ഏറ്റവും ഭയങ്കര കോമഡി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഉണ്ട് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അതായത് എന്തെങ്കിലും അബദ്ധം പറ്റിയതോ അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾ പറ. ഷാജു ചേട്ടൻ എന്തോ പറയാനുണ്ട്, എന്തോ ചിന്തിക്കുന്നുണ്ട് കാര്യമായിട്ട്. മേക്ക് ഓവർ ആണ് ഏറ്റവും വലിയ കോമഡി. ആദ്യമേ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മൾ കാണുന്ന നല്ല രസമായിട്ടുള്ള ഒരു മേക്ക് ഓവറും കാര്യങ്ങളും ആയിരുന്നു ആദ്യം. പക്ഷെ പുള്ളിയുടെ വീടിന്റെ അടുത്തുള്ള ഏതോ ആത്മാർത്ഥതയുടെ ക്യാരക്ടർ ആവാൻ വേണ്ടിയുള്ള ആത്മാർത്ഥതയ്ക്ക് ഡയറക്ടർ ഞെട്ടിച്ച് കളയാന്ന് പറഞ്ഞ് പോയിട്ട് ചെയ്തായിരുന്നു താടിമുടി. ആ വർഷത്തെ ക്രിസ്മസ് പപ്പേനെ പോലെ ഇരുന്നേച്ച്, അതായത് താടിയും മുടിയൊക്കെ വെള്ള ഓറഞ്ച് ആദ്യം ഓറഞ്ച് 3 കളർ വന്നായിരുന്നു. അതിൽ ഏത് കളറോട് ആദ്യം ഞാൻ മറന്നുപോയി. അതല്ല തലയൊക്കെ പൊള്ളി ബിബി വരുന്നത് ഷവർമയുടെ മണം. ഞാൻ പറഞ്ഞപ്പോഴെ എന്തൊരു ഷവർമയുടെ മണം. ഷവർമ എന്തോടാ എന്റെ തലയിൽ ബ്ലീച്ച് ഇട്ടിട്ട് പൊള്ളിച്ചതാണ് ഏതോ തള്ളാന്ന് പറഞ്ഞു. ഇത് സത്യത്തിൽ അവിടെ സംഭവിച്ചാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് ഗംഭീര മേക്ക് ഓവറായിട്ട് അദ്ദേഹം ചെയ്തു. ആ ക്യാരക്ടറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ആവേശവും കാര്യങ്ങളും. എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, എന്റെ ഈ പടത്തിന് വിളിച്ചതിനെ അറിയാം. നമ്മള് കൂട്ടായിട്ടൊരു പടം ചെയ്യുന്നു. അപ്പൊ പേയ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഞാനൊരു ഇതങ്ങ് തരും. രാവിലെ തലക്കറിയും പുട്ടും രാവിലെ നമ്മള് അത് കഴിഞ്ഞൊരു 11 മണിയാകുമ്പോ ഞാൻ കുറച്ച് ജ്യൂസും ചില പൊള്ളിച്ച മീനൊക്കെ ആയിട്ട് ഞാൻ വരും. റിജേഴ്സ് ഉച്ചയ്ക്ക് എല്ലും കപ്പയും പിന്നെ വേറെ ചോറ് കാര്യങ്ങള്. 4 മണിക്ക് വൈകുന്നേരത്തിന് ഡ്രിങ്ക്സ് കഴിക്കുമെങ്കിൽ അതങ്ങനെ, അതല്ലെങ്കിൽ നമുക്കിത് വറുത്തരച്ച ബീഫ് എന്നൊക്കെ പറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്യാം, ഒരു രസം. ഉച്ചയാകുമ്പോൾ 2 ഷോട്ട് എടുക്കും, നമ്മൾ റിലാക്സ് ചെയ്യുന്നു, നമുക്കൊരു യാത്ര ഇടയ്ക്ക് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഈ സിനിമ വന്നു കഴിഞ്ഞ് ഞാൻ എല്ലും കപ്പയും ഞാനായിരുന്നു. അതായത് വന്ന് കയറിയപ്പോ തുടങ്ങിയിട്ട് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 50 ദിവസം. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ചില ഏരിയകൾ നമ്മൾ ചെയ്തത് ശരിയായാലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ റീഷൂട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 2-3 ദിവസം. അപ്പൊ നമ്മൾ വീട്ടിൽ പോയിട്ട് ജോലി രാവിലെ 6 മണിക്ക് തുടങ്ങിയിരുന്ന ജോലിയാണ്. പക്ഷെ നമുക്ക് ചെയ്യുന്ന അറിയില്ല. കാരണം പിന്നെ ഷാജുടെ പറയാൻ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം വെച്ചാല് നമ്മുടെ ആത്മാർത്ഥ കൂടുതൽ കാരണം നമ്മള് ഇൻ കേസ് എങ്ങാനും റെസ്റ്റ് എടുക്കാൻ പോലും ചിന്തിച്ചിട്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരെയായിരുന്നു കാരോൺ ഇട്ടിരുന്നത്. ഞാൻ അബദ്ധവശാൽ പോലും അങ്ങോട്ട് പോരെന്ന് വെച്ച് പേടിച്ചിട്ട് അങ്ങനെ കാരോൺ വെച്ച് ചേട്ടാ പോണോ റെസ്റ്റ് എടുക്കണോ. എവിടെയാണ് ഈ പടത്തിലെ സസ്പെൻസ് ആ കാരോണായിരുന്നു. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്നാരും കണ്ടിട്ടില്ല, നാട്ടുകാർ കണ്ടിട്ടുണ്ട്, കാശ് പോയിട്ടുണ്ട്. ചിലരൊക്കെ ഇതുണ്ടെന്ന് അറിഞ്ഞ ഇന്നാ, ഞാൻ ഇന്ന് അറിഞ്ഞ കാരോൺ ചേട്ടന്റെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ ഇടയിൽ കാര്യവും പറഞ്ഞു പോണല്ലോ, അതുകൊണ്ട് പറയാം. അതായത് ഈ സിനിമ കാണുമ്പോൾ നമ്മളിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ അതായത് കഥ എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ സിനിമ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ എൻട്രി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ എൻട്രിയോട് കൂടി ഈ സിനിമ ലിഫ്റ്റ് ആവുകയാണ്. അവിടെ നിന്ന് തുടങ്ങി കഥയിലേക്ക് നമ്മൾ ഗ്രിപ്പായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഞാൻ വെറുതെ മോശം അല്ല, ഞാൻ കണ്ടുകൊണ്ടാണ്. ഞാൻ പറയുന്നത് പ്രിവ്യൂ കണ്ട ധൈര്യത്തിലാണ്. അതായത് സിനിമ ഞാൻ ടോട്ടാലിറ്റി വിത്ത് RR കണ്ടു. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പറയാം. കാരണം അപ്പൊ ചേട്ടന്റെയും ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ശരിക്കും ഇദ്ദേഹത്തിന്റെ ഒരു ഈ പറയുന്ന ഇതിന്റെ ഹീറോയും ഇദ്ദേഹം തമ്മിലുള്ള ഒരു ഗ്രിഡ്ജ് ഉണ്ട്, എന്താ പറയുന്ന ഒരു ഒരസലുണ്ട്, ഒരു തഗ്ഗുണ്ട്. ആ തഗ്ഗിലാണ് ഈ സിനിമ മൊത്തം നല്ല ടൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഷാജു ചേട്ടന്റെ ക്യാരക്ടർ അടിപൊളിയാന്ന് മനസ്സിലായി. ഈ ക്യാരക്ടറിന്റെ പേരെന്താ വരുന്നത്? ക്യാരക്ടറിന്റെ പേര് ശിവരാമൻ. ശിവരാമൻ. അത് സസ്പെൻസ് ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. ത്രില്ലർ പടം ആയതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആലോചിക്കണേ. അങ്ങനെ അതെ. ഇപ്പല്ലേ നമ്മള് ഈ അതായത് ഇപ്പോഴത്തെ ഓഡിയൻസിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം ത്രില്ലർ മൂവീസ്. അപ്പൊ അവര് മലയാളം മാത്രമല്ല എല്ലാ ലാംഗ്വേജസും കാണുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോഴും ഇപ്പൊ ഞാനടക്കമുള്ള പ്രേക്ഷകർ വിചാരിക്കുന്നത് എന്തെങ്കിലും പുതുതായിട്ട് വേണം സിനിമയില്, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ താല്പര്യം. അപ്പൊ ഗുമസ്തനിൽ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് വളരെ നോർമൽ കഥയായിട്ടാണ് ഞങ്ങൾ കമ്മിറ്റ് ചെയ്തത്. അങ്ങനെയല്ല, എല്ലാം പുതുതായിട്ടാണ്. ഈ പറയുന്ന സംവിധായകൻ അയാളുടെ റിലീസാവുന്ന ഫസ്റ്റ് സിനിമയാണ്. റൈറ്റർ പുതിയ ആളാണ്, പ്രൊഡ്യൂസർ പുതിയ ആളാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ഗംഭീരമായി ചേർന്ന് ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. അവര് പുതിയ ആൾക്കാരാണ്. പിന്നെ സ്റ്റീഫൻ ദേവസി മ്യൂസിക് ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ബാക്കി എല്ലാവരും അഭിനയിച്ചിട്ടുള്ള ഒരു
വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. എല്ലാവരും അവരുടെ സ്പേസ് അസലായിട്ട് ചെയ്തു വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇവർ കണ്ടു എന്ന് പറയുന്ന സമയത്ത് ഇവരൊരിക്കലും ഒരു സെക്കൻഡ് പോലും ബോറടിക്കുന്ന രീതിയിലില്ല എന്നുള്ള അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഞാൻ കണ്ടിട്ടില്ല, അവരെല്ലാം പ്രിവ്യൂ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ സ്വീകരിക്കുന്നുള്ള സ്വീകരിക്കും. ഞാൻ ചോദിച്ചെന്താ വെച്ചാല് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതിയ എക്സ്പെരിമെന്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അല്ല, എനിക്കിതിൽ തോന്നിയേക്കുന്ന വേറൊരു ഹുക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ദൃശ്യം ഇത്രയും വലിയ ആളുകൾ സ്വീകരിക്കാനുള്ള ഒരു കാര്യം അതിന്റെ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആയിരുന്നു എന്നുള്ളതായിരുന്നു. കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെയും ഒരു ഡിഫറെന്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഫാമിലി ഇമോഷൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ. അച്ഛൻ മകൻ ബന്ധം, അമ്മ മകൻ ബന്ധം, അതേപോലെ തന്നെ സൗഹൃദങ്ങളിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം ഈ പടത്തിൽ നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കാം, അങ്ങനെ ഒരു ഹുക്കിംഗ് പോയിന്റ് തന്നെയായിരിക്കാം ഗുമസ്തന്റെയും USP. ഇപ്പൊ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാല് ഈ ഒരു കഥ പശ്ചാത്തലം കൊണ്ട് ചർച്ച ചെയ്യപ്പെടും. അതായത് ചില സിനിമകൾ ഉണ്ടാവില്ലേ, റിലീസ് ആയി കഴിഞ്ഞാല് അതിലെ കോണ്ടന്റ് വൈസ് ഭയങ്കര ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഈ കഥ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടും. ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടും. കാരണം ഞങ്ങള് ഇങ്ങനെയൊരു ചെറിയൊരു സിനിമ ഉണ്ടാവാൻ ഒരുപാട് പാടാണ്. കാരണം ഞങ്ങൾക്കിപ്പോ ബിബിനെ പോലെ ഒരാള് നമുക്ക് ഹീറോ ആയിട്ട് നമുക്ക് നമ്മുടെ സൗഹൃദത്തിന്റെ ഇതിന്റെ പുറത്തൊക്കെയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഓണത്തിനും ബാഡ് ബോയ്സ് ഒക്കെ സിനിമ റിലീസാണ്. അപ്പൊ അതുപോലൊരാള് നമുക്ക് കിട്ടുകയും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും വന്ന് സഹകരിക്കും. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ് മൂവി കഴിഞ്ഞ് നമുക്ക് ഇപ്പൊ തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കാം. എല്ലാവരും വന്ന് വളരെ ചെറിയൊരു ക്യാരക്ടറാണെങ്കിൽ പോലും ഇനി ഇതായിരിക്കുന്ന പുറകിലിരിക്കുന്ന നമ്മുടെ ദിലീഷ് പോത്തൻ ചേട്ടൻ, എല്ലാവരും വന്ന് ഇതിനകത്ത് ഇതൊക്കെ സൗഹൃദങ്ങൾ തന്നെയാണ്. മക്ബുല് പറഞ്ഞു തമിഴ് സിനിമ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒരു ചെറിയ സിനിമ ഇത്രയും വലിയ ഗ്രാഫിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. ഇത് ഫൈനലായപ്പോ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയത് സംഭവമല്ല. ഞങ്ങൾ പരസ്പരം പറഞ്ഞു എല്ലാവരും കൂടെ ഒരു ചെറിയ സിനിമ, ജയ്സ് ബാക്കിയുള്ളവരെല്ലാം ഒരു പ്രധാന വേഷം ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞ് കൂടിയതാണ്. പക്ഷെ ഒരു വലിയ സിനിമയായി പാൻഡോ യൂസഫ് കമ്പനി അവര് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നു. അപ്പൊ ഞങ്ങള് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ പ്രേക്ഷകര് ഹാപ്പി ആണെന്നുള്ള വിശ്വാസത്തിലാണ്. ഈ പറഞ്ഞ പോലെ ദൃശ്യത്തില് ജോർജ് കുട്ടീനെ പോലെ ഇനി ഗുമസ്തൻ ഇനി ഭാവിയിൽ പള്ളിപ്പാട് കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ അതുപോലെ ഇനി ഒരുപക്ഷെ പറയണം അങ്ങനെയാണ് ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് കറന്റ് ഇഷ്യൂ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ? അതായത് കറന്റ് ഇഷ്യൂ മീൻസ് അതായത് സമകാലികമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട്, സമകാലികമായിട്ട് നമ്മുടെ സമകാലികം മീൻസ് യഥാർത്ഥത്തിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങളുമായിട്ട് അങ്ങനെ നടന്ന സംഭവമായിട്ടൊന്നുമില്ല, ഫിക്ഷനിൽ ഒരു കണക്ഷൻ പോലും ഇല്ല. അപ്പൊ ഉണ്ട്, അതിലെന്തോണ്ട് ഇല്ലില്ല, മുഖത്തൊരു മുഖത്ത് കാണുന്ന കള്ളലക്ഷണം ജന്മനുള്ളത്. സിനിമയെ പറ്റി ചർച്ചകൾ ഉണ്ടാവും, അതിന്റെ വിഷയങ്ങളെ പറ്റി ചർച്ച ഉണ്ടാവില്ല.